അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. ഈ ഒരു സദസ്സ് ഇതിനു മുമ്പ് 2 പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള എൻ്റെ ഓർമ്മ. പക്ഷേ ഞാൻ കണ്ടത് ITC ലീഡർ മൈ ലൈഫ് സ്റ്റൈൽ. ഞാൻ ശരിക്കും എൻ്റെ നാട്ടിൽ ഓരോ കോണിലും MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇൻ്റർനാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് കഷ്ടപ്പെട്ട് കരസ്ഥമാക്കിയ ഇബ്രാഹിം യമാനിക്ക് നാടിൻ്റെ ഇഷ്ടപ്പെട്ട അഭിവാദ്യങ്ങൾ എന്ന് പറയുന്ന ഫ്ലക്സ് എൻ്റെ നാടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അത് തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ഇതിൽ വന്ന സമയത്ത് എൻ്റെ നാട്ടിലെ ചുറ്റുഭാഗം ഒരുപക്ഷെ മലകളാണ്, വലിയതല്ല. അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു ഉയർന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വീട്, നല്ലൊരു കൊട്ടാരം, താജ് പാലസ് എന്ന പേരിലൊരു കൊട്ടാരം നിർമ്മിക്കുന്നതായിട്ടാണ് ഞാൻ മുമ്പേ എൻ്റെ മക്കളോട് പറയുമ്പോൾ എൻ്റെ ചെറിയ കുട്ടി, ഇപ്പോൾ 3.5 വയസ്സായ കുട്ടി പോലും ചോദിക്കും, ആ സ്ഥലത്തോട് പോകുമ്പോൾ ഇപ്പോൾ നമുക്കവിടെ വീട് കയറ്റേണ്ടത് ചോദിക്കും. ശരിക്കും ഇപ്പോഴും ഞാൻ ഒരു മൊമെൻറ്റിലാണുള്ളത്. അതിൻ്റെ കഥവ് തുറക്കുന്നു, ആ വീട്ടിലേക്ക് കയറുന്നു. ഈ ഒരു മൊമെൻറ്റിലേക്ക് എന്നെ എത്തിച്ചത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഇസ്മായിൽ സാറിൻ്റെ ഒരു ശിഷ്യനാണെന്നൊക്കറിയാം. ഒരുപക്ഷെ എനിക്ക് വരുന്ന വിമർശനങ്ങളെ നമുക്ക് അതിനെ തടുക്കാൻ കഴിയും. പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ അനുഭവിക്കുന്നത് ഇന്ന് എൻ്റെ വീട്ടിലെ ഭാര്യയും അതുപോലെ തന്നെ എൻ്റെ മോളുമാണ്. കാരണം ഒരു ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം മറ്റു രീതിയിലാണ്. അതുകൊണ്ട് അവർക്കൊരു പ്രോഗ്രാമിന് പോകുമെന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ആളുകൾ ചോദിക്കുമല്ലോ, പറയില്ല, കാരണം തിരിച്ച് എന്തെങ്കിലും മറുപടി പറയുമോ എന്ന് പേടിച്ചിട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആ പ്രയാസം അനുഭവിക്കുന്ന വീട്ടിനകത്താണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും. ഇവിടെ ചെന്നാലും ഉമ്മയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഒരു പക്ഷേ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മ ചോദിക്കും, എന്താ ഇപ്പോൾ കിട്ടുന്നത്, ഇത്ര ഓടൽ തുടങ്ങിയിട്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ സമയത്തൊക്കെ ഇപ്പം പിന്നെ ഞാൻ പോലെ എൻ്റെ സുഹൃത്തുക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയുണ്ടായി. ഈ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഇൻഷാ അല്ലാഹ് ഇതിലൂടെ 100% വിജയിക്കും എന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. അത് തിരിച്ചു കൊടുക്കാനും പറ്റുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏത് മേഖലയിലാണോ അവിടെ നമ്മൾ ഉറച്ചു നിന്നാൽ ഏറ്റവും വലിയ വിജയങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സെഷനുകൾ നമുക്ക് കിട്ടാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള സെഷനുകൾ നമ്മൾ പരമാവധി പങ്കെടുക്കുക. നമ്മൾ ആര് വിളിച്ചു ആര് വന്നു എന്നുള്ളതല്ല, നമ്മളിതിലുണ്ടല്ലോ, നമ്മൾ എന്ന ഒന്നുണ്ടെങ്കിലേ നമ്മളെ കൂടെ എത്ര പൂജ്യം ഇട്ടാൽ അതിന് കണക്കുണ്ടാവുള്ളൂ. ഒന്നില്ലാത്ത സ്ഥാനമില്ല. ഓക്കെ, ആദ്യമായിട്ട് ദൈവത്തിന് അൽഹംദുലില്ലാഹ് ഇത്ര പ്രയാസങ്ങൾ ഉണ്ടപ്പോഴും, സാമ്പത്തികമായിട്ടും മറ്റു പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ എന്നതാണ് ഇപ്പോഴും ഞാൻ അഭിമാനത്തോടൊക്കെ കാണുന്നത്. അതൊന്നും ഇതിന് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. എൻ്റെ ടീമിന്, എൻ്റെ ലീഡേഴ്സിന് ഓരോരുത്തർക്കും വലിയ വലിയ വിജയത്തിലേക്ക് ഞാൻ കാരണമായി തീരുമെന്നുള്ളത് ഞാൻ ആശംസിക്കുന്നു. ഇസ്മായിൽ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ട്രെയിനിസ് അക്കാദമിക്ക് എൻ്റെ ഓരോ ലീഡേഴ്സിനും എൻ്റെ ടീമിനൊക്കെ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.